അപ്പോൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമുക്ക് പിസ്താഷ്യോ ചോക്ലേറ്റ് കുനാഫ ഡെസേർട്ട് ഒന്ന് ചെയ്തെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. നമ്മൾ ഒരിക്കലും ഇങ്ങനെ കഴിച്ചാലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ, അത്രയും ടേസ്റ്റ് ആണ് ഡെസേർട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുനാഫ ഡോ ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കുനാഫ ഡോ കയ്യിലില്ലെങ്കിൽ ആ തിൻ വെർമസിലി ഉണ്ടല്ലോ, കട്ടി കുറഞ്ഞ ആ ഒരു കുനാഫ വെർമസിലി എടുത്താലും മതി. ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബട്ടർ കൊടുക്കണേ, നല്ല ക്രിസ്പി ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് പിസ്താഷ്യോ സ്പ്രെഡാണ് കേട്ടോ. ഞാനിത് പാം ട്രീയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിസ്ത സ്പ്രെഡ് മാത്രമല്ല, കുറച്ച് നട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിൽ കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നട്ട്സ് ആയിരുന്നാലും എല്ലാ ഐറ്റംസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാഷ്യൂസും ആൽമണ്ട്സും പിസ്താഷ്യോസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ ആയിരുന്നാലും നല്ല ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിൽ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എല്ലാം നമുക്ക് കിട്ടുന്നത്, ഡേറ്റ്സ് ഒക്കെ. അപ്പോൾ ഈ ഒരു ഐറ്റംസ് നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ പറ്റും, അവിടെ പേജ് ത്രൂ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ പേജ് ഞാൻ ടാഗ് ചെയ്യാം, ചെക്ക് ചെയ്തോളേ. അപ്പോൾ ഇതിലേക്ക് ആ ഒരു പിസ്താഷ്യോ സ്പ്രെഡ് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ടൊന്ന് ബേസ് ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെച്ചാലും പെട്ടെന്ന് സെറ്റ് ആയി കിട്ടും കേട്ടോ. ഇനി സെക്കൻഡ് ലെയറിലേക്ക് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പിസ്ത സ്പ്രെഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് ക്രീം ചീസും കൂടി കൊടുക്കാം കേട്ടോ. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുക്കുന്നത്. മധുരം കുറച്ച് മതിയെങ്കിൽ ഡാർക്ക് എടുക്കാം കേട്ടോ. കുറച്ച് ബട്ടറും വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്ത് മെൽറ്റ് ചെയ്തിട്ട് ചെറിയ ചൂടിൽ നമുക്ക് ആ ഒരു ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ കുറച്ച് സ്പ്രെഡും കൂടി കൊടുക്കുന്നുണ്ട്, പിസ്താഷ്യോ സ്പ്രെഡ്. പിന്നെ നമ്മൾ സൈഡിലേക്ക് ആ ഒരു നല്ല പിസ്തയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്യണം കേട്ടോ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്